അപ്പോൾ എല്ലാ മച്ചന്മാർക്കും വെൽക്കം ബാക്ക് ടു അപ്പിട്ട വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീട്ടിൽ കുറച്ച് ആൾക്കാർക്ക് എത്തിയെന്ന് കണ്ട് സന്തോഷം കേട്ടോ. അതായത് വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പഴയ സ്കൂളിൽ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളിൽ ആത്മഹത്യ നടന്നു. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ്, ആ സ്കൂളിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് കുറച്ച് ആൾക്കാർക്ക് എത്തി, സന്തോഷം കേട്ടോ, താങ്ക് യു. അപ്പോൾ ആ വീഡിയോ അമ്മ കണ്ടപ്പോൾ അമ്മ പറഞ്ഞു, എടാ നമ്മൾ പഠിച്ച സ്കൂളിനെ പറ്റി അങ്ങനെ പറയാൻ പാടില്ലണം, അമ്മ ടീച്ചർ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത്. പക്ഷെ അമ്മ അടുത്ത് പറഞ്ഞു അത് കുറ്റമായിട്ടൊന്നും വിചാരിക്കണ്ട, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത്, അത് നല്ലതാണ്, ഞാൻ നല്ലതെന്ന് പറഞ്ഞിരിക്കും, മോശമായതുകൊണ്ടാണ് ഞാൻ മോശം എന്ന് പറഞ്ഞത്, എനിക്ക് സ്കൂൾ അങ്ങനെ ആവരുത്. അപ്പോൾ അമ്മ ചോദിച്ചു, എന്നാൽ നീ സൊല്യൂഷൻ പറ, അത് ഞാൻ കുറ്റം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ഈ നെഗറ്റീവ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ തോന്നി, അതായത് എൻ്റെ ഭാവനയിൽ, അതായത് നമ്മുടെ സ്റ്റുഡൻസിന് ആവശ്യമുള്ള സ്കൂൾ എങ്ങനെയായിരിക്കണമെന്ന് എൻ്റെ ഭാവനയിൽ ഞാനൊരു ചിന്തിച്ച് നോക്കിയപ്പോൾ എനിക്കൊരു സാധനം കിട്ടി. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് കൂടി ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇമാജിനറി സ്കൂളിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമുക്ക് കറണ്ട് സ്കൂൾസ് റിയാലിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോഴത്തെ സ്കൂൾ ശരിക്കും എന്താണ് ചെയ്യണം, അവർക്ക് എന്താണ് ശരിക്കും സക്സസ് എന്ന് പറഞ്ഞാൽ, കുറേ ഹൈ മാർക്ക് മേടിച്ച് കൂട്ടുക, ഹൈ ഗ്രേഡ് മേടിച്ച് കൂട്ടുക, ഇതാണ് ശരിക്കും അവർക്ക് സക്സസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, മണിക്കൂറുകളോളം എടുത്ത് പഠിച്ചിട്ട് അവർ എന്ത് ചെയ്യും, കുറേ ഫാക്റ്റുകൾ മെമ്മറൈസ് ചെയ്യും, അല്ലെങ്കിൽ കുറേ ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടി ശ്രമിക്കും, അല്ലെങ്കിൽ കുറേ മാർക്ക് വാങ്ങാൻ വേണ്ടി ശ്രമിക്കും അല്ലേ. അപ്പോൾ ഈ ശരിക്കും കുട്ടികൾ എന്ത് പ്രഷർ ബിൽഡ് ചെയ്യല്ലേ ചെയ്യണേ. ഈ പ്രഷർ കാരണം അവർ ചിലപ്പോൾ സ്ട്രെസ്സിലോട്ടോ അല്ലെങ്കിൽ ആങ്സൈറ്റിയിലോട്ടോ അല്ലെങ്കിൽ ഈവൻ ഡിപ്രഷനിലോട്ടോ വേണമെങ്കിൽ പോവാം. അതൊന്ന് ആലോചിച്ച് നോക്കി, ഒരു കുട്ടി മനസ്സിലാക്കുകയാണ് റിപ്പോർട്ട് കാർഡാണ് കുട്ടിയുടെ സെൽഫ് വർത്ത് ഡിറ്റർമൈൻ ചെയ്യണേന്ന്. അത് ചെറിയ കുട്ടികൾക്കാണെങ്കിൽ എത്ര നെഗറ്റീവ് ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കുക അല്ലേ, ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ ഈ പഠിത്തം മാത്രമല്ലല്ലോ, വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഇല്ലേ, അതായത് ഈ ക്രിയേറ്റിവിറ്റി, ക്യൂരിയോസിറ്റി, ഇൻഡിവിജ്വാലിറ്റി, ഇതൊന്നും സ്കൂളിൽ പഠിപ്പിക്കുന്നില്ല. കാരണം എന്താ, ടെസ്റ്റ് വെച്ച് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല, സിമ്പിൾ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ സ്കൂൾസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ എൻ്റെ ഇമാജിനറി സ്കൂൾസിലേക്ക് കൊണ്ടുപോകാൻ പോവാണ് കേട്ടോ. അതായത് എൻ്റെ ഈ സ്കൂളിൽ ഒരു തരത്തിലുള്ള പ്രഷറോ ഒരു തരത്തിലുള്ള സ്ട്രെസ്സോ കുട്ടികൾക്കില്ല. അതായത് അവർക്ക് ഹൈ റാങ്ക് മേടിക്കാനോ ക്യാച്ചപ്പ് ചെയ്യാനോ അവർക്ക് ഒരു തരത്തിലുള്ള പ്രഷറില്ല. നമുക്കറിയാം കുട്ടികൾ അവരുടേതായ സ്പീഡ് ഉണ്ട് ഓരോ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ. അതല്ല, ചില കുട്ടികൾ ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, ഫാസ്റ്റ് കാര്യങ്ങൾ ചെയ്യും. ചില കുട്ടികൾക്ക് കുറച്ച് ടൈം ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, രണ്ടുപേരും ഈക്വലായിട്ട് റെസ്പെക്ട് ചെയ്യും. ഒരു തരത്തിലുള്ള നെഗറ്റീവ് ലേബൽസോ ഫെയിൽ ലേബൽസോ നമ്മൾ കൊടുക്കില്ല. അതായത് ആരും ഫെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കില്ല. അതിന് പകരം നമ്മൾ കുട്ടികളെ കുറച്ചും കൂടി റിയൽ ലൈഫ് പ്രൊജക്ട്സും അതുപോലെ തന്നെ സ്കിൽസ്, ഡിസ്കഷൻ, ഇതിലൊക്കെ വർക്ക് ചെയ്യിപ്പിക്കും. ഒന്ന് ആലോചിക്കുക, നമ്മൾ സയൻസും മാത്സും ഒക്കെ നമ്മൾ പ്രാക്ടിക്കൽസിലൂടെ പഠിക്കുന്നത് എന്ത് അടിപൊളിയായിരിക്കും അല്ലേ. അതായത് എല്ലാവരും കൂടെ ഒരുമിച്ച് അടിപൊളിയായിരിക്കും അല്ലേ. ആക്ച്വലി ഇറ്റ് മേക്സ് സെൻസ് അല്ലേ, നമ്മൾ ഈ കുറേ തിയറി പഠിക്കണേക്കാട്ടും നല്ലത്. അപ്പോൾ ഇത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോ കുട്ടികളുടെയും നമ്മൾ പാഷൻ നമ്മൾ കണ്ടെത്തും. ഇപ്പം ചില കുട്ടികൾക്ക് ചിലപ്പോൾ അവരുടേതായ പാത്ത് ഉണ്ടാവില്ലേ, അവരുടേതായ ഡിഫറെൻറ്റ് പാത്ത് എല്ലാ കുട്ടികൾക്കും ഉണ്ട് അല്ലേ. ചിലവരുടെ പാത്ത് സെയിം ആയിരിക്കും. അതായത് ഇപ്പം ചിലവരുടെ പാഷൻ മ്യൂസിക് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ പാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെൻറ്റേഴ്സിനെയും അവർക്ക് സഹായിക്കാനുള്ള എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇപ്പോൾ ചിലർക്ക് ചിലപ്പോൾ കമ്പ്യൂട്ടറും കോഡിങ്ങും ഇഷ്ടം. അപ്പോൾ അവരുടേതായ ഇത് ബിൽഡ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ ആവശ്യമുള്ള സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. അത് നല്ലൊരു ഏർപ്പാടല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക. അതായത് കുട്ടികൾക്ക് അവരുടെ ഇഷ്ടമായ രീതിയിൽ അവർക്ക് വികസിക്കാൻ, ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ സഹായിച്ചു കൊടുക്കും. അതായത് ഇപ്പോഴത്തെ സിസ്റ്റം എന്താ, നമ്മളൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടോ നിങ്ങൾ ഫോളോ ചെയ്യണം. ഈ സിസ്റ്റം, ഞാൻ പറയുന്ന സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ, അതായത് സിസ്റ്റം തന്നെ ഫ്ലെക്സിബിൾ ആണ്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഫിറ്റ് ആവാം. അല്ലാതെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യം നമ്മൾ എവിടെയും പറയില്ല. അതായത് നമ്മളിപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാത്തിലും ഗുഡായിട്ട് കാര്യമില്ല, നമ്മൾ ഒരു പർട്ടിക്കുലർ സാധനത്തിൽ നമ്മൾ ഗ്രേറ്റ് ആയിരിക്കണം. അതുപോലെ ചിന്തിച്ച് നോക്കിയേ. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഹെൽപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർക്കിപ്പോൾ മ്യൂസിക്കാണ് പാഷനെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പെയിൻറ്റിംഗ് ആണ് പാഷനെങ്കിൽ അത് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. പക്ഷേ അപ്പോൾ അതായത് ഇങ്ങനത്തെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത് കുട്ടികൾക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ലേ അല്ലേ. പക്ഷേ ഇതിൻ്റെ പുറകിൽ അവർക്ക് ചിലപ്പോൾ ഒരു ആങ്സൈറ്റി ഒക്കെ അല്ലെങ്കിൽ പേടിയൊക്കെ ഉണ്ടാവും, ഇതിപ്പോൾ എങ്ങനെയായിരിക്കും, ഇതിപ്പോൾ എങ്ങനെയാണ് ഞാൻ പഠിച്ചെടുക്കുക എന്നൊക്കെ. അപ്പോൾ അത് നമ്മൾ മാറ്റണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് ആലോചിക്കുക, നമ്മുടെ സ്കൂളിലൊരു സിസ്റ്റം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതായത് കുട്ടികൾക്ക് നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത് ചോദ്യത്തിനോടൊപ്പം നമ്മൾ ഇതുകൂടി ചോദിക്കുക, നിങ്ങൾ ഓക്കെ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കണം എന്ന് ആലോചിച്ച് നോക്കിയേ. കുട്ടികളുടെ ഇമോഷണൽ ഹെൽത്ത് നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം അല്ലേ. അപ്പം അങ്ങനെ ഒരു സിസ്റ്റം കൂടി നമ്മുടെ ഈ ഇമാജിനറി സ്കൂളിൽ നമ്മൾ കൊണ്ടുവരിക. ഇപ്പം നമ്മുടെ സ്കൂളിൽ നമ്മുടെ കുട്ടികൾ ഭയങ്കര സന്തോഷത്തോടെ ആയിരിക്കും വരിക അല്ലേ. പേടി പറഞ്ഞ സാധനം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് അവരുടെ ഫസ്റ്റ് ചോദിക്കുകയോ അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തോ അല്ലെങ്കിൽ ടെസ്റ്റ് കംപ്ലീറ്റ് പഠിച്ചോ എന്നൊക്കെ ചെയ്യും. അതിൻ്റെ പകരം നമ്മൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഓക്കെ ആണോ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് എത്രമാത്രം ഹാപ്പി ആവില്ലേ, അല്ലെങ്കിൽ എത്രമാത്രം ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും മൈൻഡിൽ അല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കണത്.
അതായത് നമ്മൾ അവരെ കുറച്ചും കൂടി കൺസിഡർ ചെയ്യാം. പിന്നെ ചില സ്കൂളുകൾ കേട്ടിട്ടുണ്ട് ശ്വാസം വിടാൻ പോലും സമയമില്ല, അതൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അവർക്ക് മൈൻഡ് ഫ്രഷ് ആക്കാനുള്ള പീരീഡ്സ് ഒക്കെ നമ്മൾ കൊടുക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് തെറാപ്പി. അതിന് വേണ്ടി നമ്മളൊരു പീരീഡ് തന്നെ കൊടുക്കുന്നത്, തെറാപ്പി പീരീഡ് എന്ന് പറഞ്ഞിട്ട്. അതായത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള തെറാപ്പി മെൻറ്റേഴ്സ് നമ്മൾ ഹയർ ചെയ്തിട്ട് കുട്ടികളുടെ അടുത്ത് ഇവർ സംസാരിക്കും. ഇവർക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. അത് നല്ല കാര്യമായിട്ട് തോന്നുന്നില്ലേ? അതായത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുട്ടികളുടെ സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ പോലും നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്കറിയാം ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് മെൻ്റൽ ഹെൽത്തും. അതേപോലെ തന്നെ കുറച്ച് റിയൽ ലൈഫ് കേസസ് ഒക്കെ ഇല്ലേ, ഫാമിലി റിജക്ഷൻസ്, ഫാമിലി സ്ട്രെസ്, അതേപോലത്തെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാനും അവർക്ക് ഇത് കുറേ സഹായിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കറിയാം മെൻ്റൽ ഹെൽത്ത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ കുട്ടിയുടെ സൂയിസൈഡിൽ അത് ചിലപ്പോൾ ഒരു മെൻ്റൽ ഹെൽത്ത് ആരും കൺസിഡർ ചെയ്യാത്തതുകൊണ്ടായിരിക്കണം. അപ്പോൾ ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഫിസിക്കൽ ഹെൽത്തിനെ പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം തന്നെ മെൻ്റൽ ഹെൽത്തും. അത് സ്കൂളിൽ തന്നെ നമ്മൾ ചെയ്ത് കൊണ്ടുവരണം. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് തന്നെ എടുക്കണം. അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അത് ഈ സ്കൂളിൽ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ എൻ്റെ ഈ സ്കൂളിൽ ഫിക്സഡ് ആയിട്ടുള്ള യൂണിഫോമോ ഒന്നുമില്ല കേട്ടോ. അതായത് നിങ്ങൾക്ക് എന്താണോ കോൺഫിഡൻറ്റ്, എന്താണോ കംഫർട്ടബിൾ, അത് നിങ്ങൾക്ക് ധരിക്കാം. ഇത് അടിപൊളിയാവുന്നത്. പിന്നെ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ പബ്ലിക്കായിട്ട് നാറ്റിക്കൽ, അത് ഇവിടെ ഇല്ല. അത് മിക്ക സ്കൂളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഞാൻ പഠിച്ച സ്കൂളുകൾക്കും മുന്നതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ മാറ്റിയിട്ട് അവർക്ക് നമ്മൾ അങ്ങനത്തെ ഒരു പണിഷ്മെൻറ്റ് നമ്മൾ കൊടുക്കില്ല. അതിൻ്റെ പകരം ഏതെങ്കിലും കുട്ടി സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ അവർക്ക് എക്സ്ട്രാ സപ്പോർട്ടാണ് കൊടുക്കുക. അവരൊരിക്കലും നമ്മൾ ഗിൽറ്റി ആയിട്ട് നമ്മൾ ഫീൽ ചെയ്യിപ്പിക്കില്ല. കാരണം നമുക്കറിയാം ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് വരേണ്ടത്, അല്ലാതെ പേടിയിലൂടെ അല്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്. കാരണം കുറേ കുട്ടികൾ പേടിച്ചിട്ടാണ് ഓരോ ചെയ്യണത്. അപ്പോൾ അതൊക്കെ ടെമ്പററിയാണ്. നമുക്ക് പെർമനൻറ്റ് സൊല്യൂഷനാണ് വേണ്ടത്. സോ ഡിസിപ്ലിൻ നമുക്ക് കുട്ടികൾ വരുത്തില്ലെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നതോടെയാണ് കിട്ടുക. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ കുട്ടികളുടെ ഹാർട്ട് ഭയങ്കര കാമായി കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് എത്രമാത്രം വർക്ക് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയുമോ? എന്ത് അടിപൊളിയായിരിക്കും അല്ലേ? അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ കുട്ടികൾ അവരുടെ മനസ്സിൽ അവരകത്ത് അവർ സേഫാണ് തോന്നിക്കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം അവിടെ പുനർജനിക്കുകയാണ്. അതായത് അവരുടെ ക്രിയേറ്റിവിറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു വേൾഡ് അല്ലേ? അപ്പോൾ നമ്മുടെ ഇമാജിനറി സ്കൂളിൽ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള സാധനത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ സ്കൂളുകളുടെ ചുമരുകളൊക്കെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് പകരം ആർട്ട് കൊണ്ട് കവർ ചെയ്യണത് അടിപൊളിയാവും അല്ലേ? നമ്മുടെ കുട്ടികളുടെ ടൈം ടേബിൾ നമ്മൾ ഇമാജിനേഷൻ കൂടി ചേർക്കുകയാണ്. എന്താ അടിപൊളിയാവും. അതായത് ഈ സ്കൂളിൽ നമ്മൾ ആർട്സിനും അതേപോലെ തന്നെ മ്യൂസിക്കിനും ഡാൻസിനും സ്റ്റോറി ടെല്ലിങ്ങിനൊക്കെ ഇവ സൈലൻസിന് പോലും നമ്മൾ സമയം കൊടുക്കും. എന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റി നമ്മൾ ആക്ച്വലി ഒരു ദിവസം ഒരു പീരീഡായിട്ട് കൊടുക്കുകയല്ല, ഓരോ സബ്ജക്റ്റിലും നമ്മൾ ക്രിയേറ്റിവിറ്റി ആഡ് ചെയ്യണം. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഹിസ്റ്ററി പഠിക്കണോ, നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു പോയം എഴുതുമോ? അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സയൻസ് പഠിക്കണോ, നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ ഷോർട്ട് ഫിലിം ഉണ്ടാക്കുമോ? അപ്പോൾ എന്താ അടിപൊളിയാവില്ലേ? കുറച്ച് നമ്മൾ ക്രിയേറ്റീവായി ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഐഡിയ കിട്ടും, നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ക്രിയേറ്റിവിറ്റി ഒരിക്കലും നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കൊണ്ട് നമ്മൾ ലിമിറ്റ് ചെയ്യരുത്. അതായത് കുട്ടികൾ ക്യൂരിയസ് ആവണം, ഇനി എന്താണ് ചെയ്യുക, ഇനി എന്താണ് സംഭവിക്കുക, അതാണ് നമ്മൾ ഉണ്ടാക്കാൻ നോക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സ്കൂൾ ഭയങ്കര ക്രിയേറ്റീവായിട്ട് മുന്നോട്ട് പോകുക അല്ലേ? അതായത് കുട്ടികൾക്ക് ഡാൻസിലൂടെയും ഡിസൈൻസിലൂടെയും ഡ്രീംസിലൂടെയൊക്കെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനൊക്കെ അറിയാം. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, കോൺഫിഡൻസ്. അപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ സ്കൂൾസ് കുറേ നോളേജ് പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും റിയൽ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് കാര്യം അതിലുള്ള അപ്പോൾ നമ്മുടെ ഇമാജിനറി സ്കൂളിൻ്റെ അടുത്ത വേൾഡിലേക്ക് പോവുകയാണ്. അതാണ് റിയൽ ലൈഫ് സ്കിൽസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും കുട്ടികൾക്ക്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ നമ്മൾ ഇക്വേഷനാണല്ലോ സോൾവ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നമ്മുടെ സ്കൂളിൽ കുട്ടികൾക്ക് മണി മാനേജ് ചെയ്യാൻ, ഇമോഷൻസ് മാനേജ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതായത് അവർക്ക് കുക്ക് ചെയ്യാനും ലീഡ് ചെയ്യാനും എങ്ങനെയാണ് പബ്ലിക്കലി സ്പീക്ക് ചെയ്യാനൊക്കെ പഠിപ്പിച്ച് കൊടുത്ത് എന്ത് അടിപൊളിയാവില്ലേ? അതായത് ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജസ്റ്റ് അവർ എക്സാം റെഡി മാത്രമായിരിക്കില്ല, അവർ ലൈഫ് റെഡിയും കൂടി ആയിരിക്കണം. അതാണ് നമ്മുടെ മോട്ടീവ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവരെ നമ്മൾ എന്ത് ചെയ്യും, മണി ഇമോഷൻസ് ഒക്കെ മാനേജ് ചെയ്യാൻ പഠിപ്പിക്കും, ഒരു മീല് കുക്ക് ചെയ്യാൻ, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, പബ്ലിക്കായിട്ട് നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ പഠിപ്പിക്കും. ഇതിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കൺസെപ്റ്റ്സ് എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ ഇമോഷണൽ ഇൻ്റലിജൻസ്, ഫിനാൻഷ്യൽ ലിറ്ററസി, അതേപോലെ തന്നെ എമ്പതി, കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ ബിൽഡ് ചെയ്യാനാണ് നമ്മളിത് മെയിനായിട്ട് നോക്കണം. ഇനി നമ്മൾ ഇതൊക്കെ എങ്ങനെ നടത്താൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവരുടെ അടുത്ത് നമ്മൾ ഇൻറ്റേൺഷിപ്പ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ മിനി ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ നാച്ചുറൽ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ വിടും. അപ്പോൾ ഇതിലൂടെ നമുക്ക് അതിലേക്ക് കുട്ടികളെ എത്തിക്കാം. പിന്നെ അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ അവർ വെറും ഒരു സ്കൂളായിട്ട് കരുതില്ല, അവർ ലൈഫിലുള്ള ഒരു ലൈഫിനോടുള്ള പ്രിപ്പറേഷനായിട്ട് അവർ കരുതും. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം റിയൽ ലൈഫ് സ്കിൽസ് നമ്മൾ സ്കൂളിൽ തന്നെ പഠിപ്പിച്ചിരിക്കണം. അതുകൊണ്ടാണ് മിക്ക കുട്ടികളും
നമ്മൾ ലൈഫിലോട്ട് എത്തുമ്പോൾ കഷ്ടപ്പെട്ട് പോകണം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത. അപ്പം ഞാൻ പറഞ്ഞതൊക്കെ വെച്ചിട്ട് ഇത് നിങ്ങൾക്ക് ഒരു ഇമാജിനറി സ്കൂളായിട്ട് പറയാം, പക്ഷെ അതൊരിക്കലും അങ്ങനെ ആവരുത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മുടെ കുട്ടികൾക്ക് കുറേ മാർക്സ് അല്ല ആവശ്യം, അവർക്ക് മീനിങ് ആണ് പറഞ്ഞു കൊടുക്കേണ്ടത്. കുട്ടികൾക്ക് കുറേ പ്രഷർ അല്ല ആവശ്യം, നമ്മൾ അവർക്ക് പർപ്പസം പറഞ്ഞു കൊടുക്കണം, നമ്മൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇതുപോലുള്ള സ്കൂൾ ശരിക്കും ഫാൻറ്റസി ഒന്നുമല്ല, നമ്മൾ പറയാച്ചാൽ അതൊരു പോസിബിലിറ്റി ആയിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പം നിങ്ങൾ കുറേ സ്വപ്നം കാണാൻ തുടങ്ങുക. ആൻഡ് ഇഫ് വി ഡ്രീം ബിഗിനേഴ്സ് വി ക്യാൻ പുഷ് ദ വേൾഡ് എ ലിറ്റിൽ ക്ലോസർ ടു ഇറ്റ്. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഇമാജിനറി സ്കൂൾ എങ്ങനെ ആയിരിക്കണമെന്ന്. എനിക്ക് നിങ്ങളുടെ ഐഡിയാസൊക്കെ കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ പേഴ്സ്പെക്റ്റീവ് ഇത് ഓപ്പൺ ആയാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്വപ്നം കാണുക, നമ്മൾ വൺ ഡേ ഏതെങ്കിലും ഒരു ദിവസം ഇമാജിനേഷൻ അത് എന്താണ് റിയാലിറ്റി ആയിട്ട് മാറും എന്ന് നമുക്ക് വിശ്വസിക്കാം. താങ്ക് യു.